അതെ, കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രാന്തനെയാണ് കല്യാണം വടിവാള് വാസു ഇങ്ങനെയൊക്കെ പേരിടുന്ന എന്തിനാ? എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അതുപോലെ തന്നെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മുഹർദ്ദമായ സ്വാഗതം. എടാ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് ഈ സോഷ്യൽ മീഡിയക്കകത്ത്, പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയക്കകത്ത് പരക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ചാത്തൻ സേവ, ഈ പറയുന്ന ബ്ലാക്ക് മാജിക്, അങ്ങനെയായി ബന്ധപ്പെട്ട കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്ന ഒരു സംഭവം, സ്വന്തം അച്ഛനെ എന്ത് ചെയ്തു, ഒരുത്തൻ വന്നു ഈ ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട്, ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുത്തൻ എന്ത് ചെയ്തു, വെട്ടിക്കൊന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു. അതിനുശേഷം നമ്മുടെ ഇപ്പം റീസെന്റ് ആയിട്ട് പ്രശ്നങ്ങളിലിരുന്ന ഉപ്പും മുളകും എന്ന് പറയുന്ന അവരുടെ ആ അനിയത്തിയെ കുട്ടിയെ കെട്ടി അവനും ചാത്തൻ സേവയാണ്, അവനും ചെറിയ പ്രശ്നമുണ്ട്, അവൻ ഭയങ്കര കൂടോത്രവും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നു. അതിനോടൊപ്പം വന്ന മറ്റൊരു ന്യൂസ് ആയിരുന്നു ഈ പറയുന്ന വിജയ് മാധവും നമ്മുടെ ദേവിക നമ്പ്യാരും ആയിട്ടുള്ള വിഷയം. വിജയ് മാധവ് ദേവിക നമ്പ്യാരായിട്ടുള്ള വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു പേരിനെ ചൊല്ലിയാണ്. ഈ പുള്ളിയും ഈ അന്ധവിശ്വാസങ്ങൾക്ക് അടിമയാണ്. ഈ പുള്ളി ഒരു തരത്തിൽ പറഞ്ഞ സൈക്കയാണ് എന്നൊക്കെ പറയുന്ന കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ദേവിക്ക് വേണമെങ്കിൽ ഉള്ള ഉയരം കൊണ്ട് ഓടിക്കോ, യവനാള് ശരിയല്ല, ലാസ്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഊപ്പാടും പദപ്പാടും വരും എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ കൊണ്ട് നിറഞ്ഞു. അതിന് കാരണം ഇവരുടെ രണ്ടാമത്തെ കുട്ടി പ്രസവിക്കുകയുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച പേരിടൽ ചടങ്ങുണ്ടല്ലോ, അവൾ പേരിട്ടതാണ്. പേര് മറ്റൊന്നുള്ള 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെണ്ണുമാണ് ഇവർക്കുള്ളത്. പേര് നിങ്ങൾക്ക് അറിയാമറിയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പേര്, ഒരാളുടെ പേര് ഓം പരമാത്മ എന്നും മറ്റൊരാളുടെ പേര് ആത്മജ എന്നുമാണ്. നമ്മൾ വിചാരിക്കും എന്താണ് പേരിൽ കുഴപ്പം, അവർക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടു എന്നൊക്കെ നമ്മൾ വിടും. പക്ഷെ ഇവിടെ ടെസ്റ്റ് വരുന്ന മറ്റൊന്നുമല്ല, ഈ ഓം പരമാത്മ എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ പേരാണ്. അതായത് ഇപ്പൊ പ്രസവിച്ച പെൺകുട്ടിക്കാണ് ഈ പുള്ളി ഈ ഓം പരമാത്മ എന്ന പേരിട്ടിരിക്കുന്നത്. അതുപോലെ മുന്നത്തെ കുട്ടി ആത്മജ എന്ന് പറയുന്ന ആ പേരെന്ന് പറഞ്ഞാൽ അതൊരു ആൺകുട്ടിയാണ്. മനസ്സിലായി? ഈ പുള്ളി പേരിടുന്നത് പുള്ളിയുടെ പിന്നെന്താ സൗകര്യം തന്നെയാണ്, പുള്ളിയുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ പുള്ളി ഇട്ടിക്കുന്ന പേര്, ആണിനിടാനുള്ള പേര് പെണ്ണിനും, പെണ്ണിനിടാനുള്ള പേര് ആണിനും ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ ഈ പറയുന്ന കമന്റ് ഇടുന്നവർ അങ്ങോട്ട് കയറി മെഴുകിയിട്ടുണ്ട്. അവര് വന്ന് ഇയാൾക്ക് സൈക്കോയാണ്, വേറെ ജോലിയില്ല, പിന്നെ ദേവിക എടുത്ത് ഇവനെ നിന്ന് ഉയരം കൊണ്ട് ഓടിക്കോ എന്നുള്ള രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ അവർ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കണം, അതിൽ കുറച്ച് മറുപടികൾ നമുക്ക് പറയാനുണ്ട്. ഇനിയും ഈ വിജയ് മാധവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഞാൻ നോക്കിയുള്ള ഐഡിയ, ഞാൻ ഇവരുടെ ചാനലിൽ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറില് ഉണ്ടായിരുന്ന വ്യക്തി, ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കാണുമായിരുന്നു. പക്ഷേ ഞാൻ പോയി സെർച്ച് ചെയ്തപ്പോൾ ഇതായിരുന്നു കക്ഷി. ഇപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന കക്ഷി ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പക്ഷെ ഇയാളെ മുടി എങ്ങനെ ഇത്രയും പെട്ടെന്ന് മുടിയായി ഇങ്ങനെ മൾക്കായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയപ്പോൾ ചിന്തിച്ച് മുടിയെല്ലാം കൊഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ല, ദേവിക നമ്പ്യാരുടെ കേസും കുറെ സീരിയലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടും ഞാൻ ഇവരെ ഫോളോ ചെയ്യാറില്ല. ഇനി എന്തുകൊണ്ട് ഈ ഇട്ടത് എന്നുള്ളതിന് പുള്ളി പറയുന്ന കുറച്ച് വിശദീകരണങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രതികരിക്കാം. ഓക്കെ, പേരിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ലൈക്ക് ഒരു ഗുണ്ടായിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാർ എന്താണ് വടിവാള് വാസു ഇങ്ങനെയൊക്കെ പേരിടുന്ന എന്തിനാ? എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓം പരമാത്മ എന്ന് പറഞ്ഞ് പേരിടുമ്പോൾ അതിനൊരുപാട് പവറുള്ള പേരാ. അപ്പൊ ആ പവർ ആ കുട്ടിക്ക് അതിന്റെ നന്മ ഉണ്ടാക്കണം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് പുള്ളി ഓം പരമാത്മ എന്നുള്ള പേരിട്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടിവാള് വാസു, അതായത് ഒരു ഗുണ്ട ഇടുന്ന വടിവാള് വാസു എന്ന് പറയുമ്പോൾ ആ ഒരു പവർ കിട്ടും. അതുപോലെ ആ വടിവാള് വാസുവിന് അങ്ങനെ ആ ഒരു പേരില്ല, അതുപോലെ ആ പവർ ഇപ്പൊ ഗുണ്ടയ്ക്ക് ആ പേരിട്ടുണ്ട്, ഗുണ്ടയ്ക്ക് ആ പവർ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓം പരമാത്മ എന്ന് പറഞ്ഞ പേരിടുമ്പോൾ എന്റെ പിള്ളയ്ക്ക് ആ പവർ കിട്ടുമെന്നാണ് ഈ പറയുന്ന വിജയ് മാധവ് പറയുന്നത്. നല്ല തോട്ട്, വെരി ഗുഡ്. നീ അങ്ങനെ തന്നെ പോണം. മറുപടി ഉണ്ട്, പറയാം. അതാണ് നമ്മുടെ സതുദ്ദേശം. പറഞ്ഞു മനസ്സിലായി. അല്ലാതെ കുട്ടിയെ നമ്മൾ സന്യാസിയാക്കാൻ വേണ്ടിയിട്ടല്ല പേരിടുന്നത്. ഞാൻ ഇത്രയും സ്പിരിച്വാലിറ്റി പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ ലൗകിക ജീവിതം വളരെ കൃത്യമായി ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും വളരെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതെ, പുള്ളി സ്പിരിച്വാലിറ്റി പറയുന്ന ആളാണ്. പുള്ളിയുടെ ലൗകിക ജീവിതം നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ ജനിച്ച കുട്ടി അങ്ങനെ ആവരുതെന്നാണ് ഇവൻ പറയുന്നത്. ഈ പുള്ളി പറയുന്നതിന്റെ അർത്ഥം
ഞാൻ ലൗകിക ജീവിതം സൂപ്പറായിട്ട് മറ്റുള്ളവരെ പോലെ നോർമലായിട്ട് തന്നെ ജീവിക്കുന്നു. എന്റെ പേരും നോർമലാണ്, വിജയ് മാധവൻ എന്ന് പറഞ്ഞ എന്റെ പേരും നോർമലാണ്. പക്ഷെ ആ കുട്ടിക്ക് അത് പാടില്ല. നീ അല്ല, ഞാൻ ആദ്യം ചോദിക്കുള്ളൂ, വിജയുടെ അടുത്ത് താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ഇതിൽ പേര് മാറ്റുന്നില്ല? താങ്കൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് എവിടെ കൊണ്ട് കൊടുത്തു ജസ്റ്റ് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനകത്ത് നമുക്ക് പേര് മാറ്റാണ്. താങ്കൾക്ക് അത്രയ്ക്കുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ഉൾവിളി ഉണ്ടായത്. ഇതിനകത്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഉൾവിളി കൂടുതലാണ്. അങ്ങനെ ഉൾവിളി കൂടുതലാണെങ്കിൽ ഈ ഓം പരമാത്മ എന്നൊരു പേര് താങ്കൾ എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. താങ്കൾക്ക് പേര് മാറ്റിയിടാവുള്ളൂ. ആ ഒരു ചൈതന്യം താങ്കൾക്ക് വരട്ടെ. താങ്കളുടെ ഒന്നും അറിയാത്ത ഒന്നര ആഴ്ച ആയുള്ളൂ ആ കുട്ടിക്ക് താങ്കൾ എന്തിന് ഈ പേരിട്ടു? താങ്കൾക്ക് അത്രയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടായിരുന്നെങ്കിൽ ഈ പേരിട്ട് കഴിഞ്ഞാൽ ആ ശക്തി, ആ ചൈതന്യം ആ കുട്ടിക്ക് വരുമെന്നുണ്ടെങ്കിൽ ആ ചൈതന്യം എന്തുകൊണ്ട് താങ്കളിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാത്തത്? താങ്കളിലല്ലേ അത് ആദ്യം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന ദേവിക നമ്പർ, അവളുടെ പേര് ഒന്ന് മാറ്റിക്ക്. അവളെന്ന് വിളിച്ചതെന്ന് ഇഷ്ടമല്ല, സോറി, എനിക്ക് അങ്ങനെ അറിയാതെ വന്നു പോയാണ്. ഈ ദേവികയുടെ പേരും ഈ പറഞ്ഞ പോലെ എന്താണ് മാറ്റാത്തത്? അവിടെ പിന്നെ എന്ത് കുറെ പേരുണ്ടല്ലോ, പാർവതി എന്നോ, പാർവതി എന്നല്ലല്ലേ ഈ പറയുന്ന, അതിന്റെ എനിക്ക് ഓർമ്മ വരും. താങ്കളുടെ പേര് വേണമെങ്കിൽ ഗണപതി എന്നായിരുന്നല്ല, ഗണപതി എന്നൊക്കെ. താങ്കളെ ഇപ്പൊ കമന്റ് ബോക്സിൽ കണ്ട താങ്കളുടെ ഏറ്റവും പിന്നെ യോജിക്കുന്ന പേര് ചെന്താമര എന്നാണ് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞില്ല, അത് കമന്റ് ബോക്സ് ആണ്. നമുക്ക് കേൾക്കാം. അത്യാവശ്യം ബ്രാൻഡഡ് ഫോണും വാച്ചും എല്ലാം ലൗകിക മെറ്റീരിയലിസ്റ്റിക്കലി എല്ലാം ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. ഈ പുള്ളി എല്ലാ ലൗകിക പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള പിന്നെ വാച്ചും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യിക്കുന്നു. പക്ഷെ ആ ജനിച്ച ആ പയ്യനല്ല, പെൺകുട്ടി പോരാ. അവരിങ്ങനെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ സ്വയം അത് ആദ്യം പ്രാവർത്തികമാക്കണം. എന്നിട്ടാണ് ഈ പറയുന്ന കുട്ടികളിൽ പിന്നീട് പരീക്ഷിക്കാനുള്ളത്. അതിന്റെ കൂടെ ഞാൻ എന്റെ സ്പിരിച്വാലിറ്റിയും കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ ഇത് വന്നെന്നും പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോകണമെന്നില്ല. നമ്മൾ നമ്മുടേതായ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നത് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു. അതിന് വേറെ ആരെയും അത് ദ്രോഹിക്കേണ്ട കാര്യം അതിനകത്തില്ല. ഇനി പേര് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? അത് ബുദ്ധിമുട്ട് ഉണ്ടായവർ വേണം അതിനെപ്പറ്റി ചിന്തിക്കാൻ. നമ്മളൊന്നാമത് വേറൊരാളുടെ ലൈഫിൽ നമ്മളിപ്പം ഈ ബുദ്ധിമുട്ട് ഉണ്ടായവരാണ് അത് ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടായവർ ചിന്തിക്കാനുള്ള പ്രായമായില്ല. അത് പാവ ഒരു കൊച്ചു കുട്ടിയാണ്. അതിനെക്കുറിച്ച് അത് വെച്ചിട്ട് താങ്കൾ കളിക്കുന്നവനറിയില്ല ആ ബുദ്ധിമുട്ട്. ഇവിടെ ഈ പറയുന്ന കമന്റ് ഇടുന്നവർക്ക് മറ്റവർക്കാർക്ക് ഇതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. അവര് നമ്മളിപ്പോ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് വിളമ്പുമ്പോൾ ഇങ്ങനെയുള്ള വിഡിത്തരങ്ങൾ എന്ന് വിളിച്ച് പറയുമ്പോൾ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനുള്ള അഭിപ്രായങ്ങൾ പറയും. അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇവരെ നിങ്ങൾ ഇതിനകത്ത് ഉടനീളം പറയുന്നുണ്ട് ആ കുട്ടിയെയാണ് നിങ്ങൾ എന്ത് ചെയ്തു സൈബർ ബുള്ളിങ് ചെയ്തു. ഞാൻ ഒരു കമന്റും കുട്ടിയെ സൈബർ ബുള്ളിങ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അവർ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ മൊത്തം നിങ്ങൾക്കെതിരെയായിരുന്നു, നിങ്ങളുടെ തോട്ടിനെതിരെയായിരുന്നു, നിങ്ങളുടെ ചിന്തകൾക്കെതിരെയായിരുന്നു, നിങ്ങളുടെ അന്ധവിശ്വാസത്തിനെതിരെയായിരുന്നു വന്ന 99.9% കമന്റുകൾ. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? 1-2 കമന്റ് ചിലപ്പോൾ കുറെ എണ്ണം ഉണ്ടല്ലോ എവിടെയും, അവർ ചിലപ്പോൾ ഇട്ടിട്ട്. അപ്പൊ അതിനെ നിങ്ങൾ പറയാം, നിങ്ങളുടെ അന്ധവിശ്വാസം, നിങ്ങളുടെ തെറ്റിദ്ധാരണയെ കുറിച്ചാണ് ഇവിടെ ഭൂരിഭാഗവും കമന്റ് വന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ ഫാമിലിയിൽ ഞാൻ ഇടപെടാറില്ല. കാരണം അത് അവളുണ്ട്, അവളുടെ ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, അത് അവരുടെ ഒരു ഫാമിലിയാണ്. അവിടുത്തെ ഡിസിഷൻ അവരെടുക്കണം. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ അവർ സജഷൻ എന്നോട് ചോദിച്ചാൽ ഞാൻ സജഷൻ പറയും. വെരി ഗുഡ്. അവരുടെ ഫാമിലിയിൽ നിങ്ങൾ പോയി ഇടപെടാതിരിക്കുകയാണ് നല്ലത്. അവരെ പരിസരത്ത് അടുപ്പിക്കില്ല, മനസ്സിലായി? പരിസരത്ത് അടുപ്പിക്കില്ല, കാരണം അവർക്കറിയാലോ. അതുകൊണ്ട് സ്വന്തം താങ്കൾക്ക് ഇങ്ങനെയുള്ള പേരുകളും കാര്യങ്ങളും സ്വന്തം മക്കളുടെ അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റാരുടെങ്കിലും പോയിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള പേരിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കുവോ? അവരെ അടിയെന്ന് ഓട്ടിക്കും. വിജയ് മാധവ്. ഇനി ദേവികയ്ക്ക് എന്താണ് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട് ഈ സൈക്കോ. ഞാൻ കളിയാക്കുമായിരുന്നു പണ്ടൊക്കെ, സൈക്കോ ഷമ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കളിയാക്കുമായിരുന്നു. അല്ല, താങ്കളോട് തന്നെ എന്നെ പരിചയമുള്ള വേറെ ചില കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രാന്തനെയാണോ കല്യാണം. സൈക്കോ അല്ലേ? സൈക്കോ എന്ന് വെച്ചാൽ മനസ്സിലായ? കല്യാണത്തിന് മുമ്പേ അവിടെ എല്ലാവർക്കും അറിയായിരുന്നു ഈ പ്രാന്തനെ കെട്ടാൻ പോണെന്ന് കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് മുമ്പേ ചെറിയൊരു പ്രശ്നം പുള്ളിക്ക് ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം. നമ്മള് എല്ലാരും പോണ വഴിയിൽ നിന്ന് ഒരു ഇത്തിരി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് വട്ടാണെന്ന് പറയും. കറക്റ്റ്, അത് ശരിയാണ്. ഈ എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ കുറച്ച് മാറി സഞ്ചരിച്ച് നമ്മൾ പൊതുവെ പറയും വട്ടാണെന്ന് പറയും, ചെറിയ സൈക്കോ ആണെന്ന് പറയും. അത് അവൻ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഇനി ബാക്കി അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ ഇത് ബാധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, കറക്റ്റ്. ഈ പുള്ളി ഇത് പറഞ്ഞതിന് കറക്റ്റ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു പിന്നെ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്റെ തലയ്ക്കകത്ത് ചിപ്പിരിക്കുന്നു, എന്റെ ബ്രെയിനകത്ത് ചിപ്പിരിക്കുന്നു, എന്നെ എല്ലാവരും പലയിടത്തും പല രാജ്യങ്ങളിൽ നിന്ന് എന്നെ മോണിറ്റർ ചെയ്യുന്നു, ഞാൻ എവിടെ പോകുന്നത് എനിക്ക് അറിയാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ട് തന്നെ അവരെന്നെ മോണിറ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. അവര് പറയുന്നത് 100% സത്യമാണ്, ബാക്കിയുള്ളവർ എല്ലാവരും മണ്ടന്മാരാണ്, എനിക്ക് മാത്രമേ ഇത് ഇങ്ങനെ പറയുന്നവർക്ക്
സ്വയമേ ഭയങ്കര അവർ പറയുന്നത് കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ തലക്കകത്ത് ചിപ്പിരിക്കുന്നു, അവരൊക്കെ ഭയങ്കര വിദ്യാഭ്യാസവും അവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര ജ്ഞാനമുള്ളവരാണ്. പക്ഷെ അവർ പറയുന്നത് എന്റെ തലയിൽ ചിപ്പിരിക്കുന്നു എന്ന് പറയുന്നത്, എന്നെ അവർ മോണിറ്റർ ചെയ്യുന്ന, എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇങ്ങനെയുള്ളവർക്കൊക്കെ അവർ പറയുന്നത് ഇനി ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാൽ അവർ മാറ്റത്തില്ല. നമ്മളൊക്കെ മണ്ടന്മാരാണ്, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്നവനായതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാൻ പറയുന്നത് 100% സത്യമാണ് എന്നൊരു മിഥ്യാധാരണ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കോൺഫിഡൻസ് ലെവല് അത്രയ്ക്ക് ഹൈ ആണ് അവർക്ക്. പിന്നെ ചിലപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ കാലം. ശരിക്കും പറഞ്ഞാൽ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇക്വാലിറ്റി വേണമെന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ മറ്റേ ഇതിനകത്ത് ജെൻഡർ മെയിൽ ഫീമെയിൽ എന്ന് വെക്കും, എന്നിട്ട് ബാത്റൂം ഫീമെയിൽ മെയിൽ എന്ന് വെക്കും. ഈക്വാലിറ്റിയാണ്, പിന്നെ എന്തിനാണ് ഈ വ്യത്യാസം? രണ്ടും ഒരുമിച്ച് അങ്ങ് പോയാൽ പോലെ. കറക്റ്റ്. ഇവർ പറയുന്നത്, പുള്ളി പറയുന്നത് ഇക്വാലിറ്റി ഇങ്ങനെയാണ്. അതായത് ഇക്വാലിറ്റി നമ്മൾ പറയും, നമ്മളിങ്ങനെ ഒന്നാമത്തെ ആദ്യം പുള്ളി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അപ്ഗ്രേഡ് ആവുന്നില്ല, പുള്ളി മാത്രമാണ് കുറച്ച് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇക്വാലിറ്റി എന്ന് പറയും, പക്ഷേ ബാത്റൂം ലേഡീസും ജെന്റ്സും എന്ന് പറഞ്ഞ 2 ബാത്റൂം വയ്ക്കും. അതെന്തിനാ അതിന്റെ ആവശ്യം? പുള്ളി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മകളും മകനും ആയാലും ഒരുമിച്ച് ഒരു ബാത്റൂമിലേക്ക് കടത്തി വിടും എന്നുള്ള രീതിയിലാണ് പുള്ളിക്ക് അവിടെ ഇക്വാലിറ്റിയാണ് അത്. അതായത് മകള് പോകുന്ന സ്ഥലത്ത് തന്നെ മകനെയും പറഞ്ഞു വിടും എന്നുള്ള രീതിയാണ് പുള്ളി പറഞ്ഞത്. ഇക്വാലിറ്റി അതൊന്നും അല്ല ഭായി. ബാത്റൂമിൽ ഒരുമിച്ച് പോകുന്നതല്ല ഇക്വാലിറ്റി. എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ എന്റെ ചോദ്യങ്ങളാ. അറിയില്ല. അതല്ലെങ്കിൽ അതിനെ ആ വഴിക്ക് വിട്. ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പൊ പുള്ളിയുടെ ഇക്വാലിറ്റി ഇങ്ങനെയാണ്, ആണും പെണ്ണും അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ പോകും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. വളർന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും ആ കുട്ടികൾ ഈ ഒരു സംഭവം പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം. ഇപ്പൊ വന്ന ഈ കുട്ടിയെ കുറിച്ച്, അതായത് ഓം പരമാത്മ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കുറിച്ചാണ് ഈ പുള്ളി പറയുന്നത്. കേൾക്കണം കേട്ടോ. അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്ന മുഴുവൻ അതിനെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. അതിനുള്ള വളം നമ്മൾ തന്നെ ഇട്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കളിയാക്കൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം? അതൊരു ഇതിലേക്ക് ഒരു കാര്യം കൂടി പറയാം. ഇത് ആ കൊച്ചിനെ ആരും കളിയാക്കിയിട്ടില്ല. കളിയാക്കി എത്ര മൊത്തം ഇവരാണ്. ഇവരിപ്പോ വീണ്ടും അതിനെ എടുത്ത് തല തിരിച്ച് വരുന്ന കമന്റുകളെല്ലാം കൊച്ചിന്റെ തലയെ കൊണ്ട് ഇടുന്നത് സത്യം പറഞ്ഞ ഇവരാണ്. കമന്റുകൾ 99.9% ഇവരുടെ ഈ അന്ധവിശ്വാസത്തിനെതിരെയാണ് വന്നിട്ടുള്ളത്. ഇവർ അതിനെ തിരിച്ച് കൊച്ചുങ്ങളെ കളിയാക്കുന്നു. താങ്കൾക്കെതിരെ വന്നുള്ള കമന്റുകളെ കുറിച്ച് മിണ്ടുന്നില്ല, കൊച്ചിനെതിരെയുള്ള സംഭവമാണ് ഇവർ പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ആരാലും കളിയാക്കപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ. പിന്നെ നാളെ എന്റെ കുട്ടി ഓം പരമാത്മ സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അല്ല എന്റെ കുട്ടി ഓം പരമാത്മ സ്കൂളിൽ പോകുമ്പോ അവനെ അല്ല അവളെ എന്ന് പറ. ഇത് അവനല്ല, അവളാണ്. ആ കൊച്ചു പെൺകുട്ടിക്കാണ് താങ്കൾ ഈ പേരിട്ടിരിക്കുന്ന ഓം പരമാത്മ എന്ന്. താങ്കൾ തന്നെ അറിയാതെ അവനെ എന്ന് പറയുന്നു കേട്ടോ. അത് ശരിയല്ല, അവളെ എന്ന് പറ. അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എന്റെ കുട്ടിയെ വളർത്തുന്നത്. മോനെ ഓം പരമാത്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന് മോനെ നല്ലടേ, അത് മോളെ എന്ന് പറ, മോളെ എന്ന് പറ. ആ മോളിനാണ് നീ ആ ഓം പരമാത്മ എന്ന പേരിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പ്രേക്ഷകർ മൊത്തം കടന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. മോളെ എന്ന് പറ. താങ്കൾക്ക് തന്നെ മറന്നു പോകുന്നുണ്ട് എന്താണ് അത് മകളാണ് എന്നുള്ളതും താങ്കൾ ഇട്ട പേര് ഒരാണിന്റെ പേരാണെന്നുള്ളതും താങ്കൾ തന്നെ മറന്നു പോകുന്നു അല്ലേ വിജയ് മാധവ്? ഇന്ന പവറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ പവറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. നീ ആ ഒരു കാര്യം ചെയ്യും, അതിനെ ഒരു യേശു ക്രിസ്തു എന്നുള്ള പേരിട്, അതിന് നല്ല പവറുണ്ട്. അല്ലെങ്കിൽ ഓം നമശിവായ എന്ന പേരിട്, അതിനൊക്കെ നല്ല പവറുണ്ട്. അതുപോലുള്ള പവറുള്ള പേരുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഇട്. അപ്പൊ നല്ല പവർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ പവർ കിട്ടാൻ വേണ്ടി ഓരോ പേരിട്ടാൽ മതിയല്ലോ. നമുക്ക് ഓരോ ദൈവങ്ങളുടെ പേരിട്ടാൽ മതിയല്ലോ, നമുക്ക് ആ ദൈവത്തിന്റെ പവർ കിട്ടുമാറോ. അത് ആദ്യം ഇത് പരീക്ഷിക്കാനുള്ളത് എനിക്ക് പറയണം. പരീക്ഷിക്കാനുള്ളത് വിജയ് മാധവ് എന്ന് പറഞ്ഞ താങ്കളുടെ പേരിലാണ്. താങ്കളുടെ പേര് മാറ്റിയിട്ട് ഓം നമശിവായ എന്നിടും. അപ്പൊ ആ ഒരു പവർ കിട്ടും. ആ പവർ താങ്കൾക്ക് ആദ്യം കിട്ടി, അത് പ്രൂവ് ആക്കിയതിന് ശേഷം കുട്ടികളുടെ ഒന്നും അറിയാത്ത നാളെ ഉറപ്പാണല്ലേ ഇതിന് വേറെ പിന്നീട് 2 അഭിപ്രായമൊന്നും വേണ്ട. ആ കൊച്ചു വലുതാകുമ്പോ കൊച്ചുകൾക്ക് കുറെ ഈ പറയും പോലെ കുറെ ആൾക്കാർ കളിയാക്കും. പെണ്ണിനെ ഓം പരമാത്മ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് കളിയാക്കും. ആ കളി പിന്നെ താങ്കളുടെ ശിക്ഷണത്തിലല്ലേ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിനെ തന്നെ ഈ കുട്ടികൾക്ക് അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ച് പുള്ളിയും അവരെയും എന്ത് ചെയ്യും മറ്റൊരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരും. പിന്നെ പേരിടാനുള്ളൊക്കെ താങ്കളുടെയൊക്കെ സ്വയം ഇഷ്ടമാണ്. ഗണപതി എന്നോ ഈ പറയുന്ന പിന്നീട് യേശു ക്രിസ്തുവോ ഇഷ്ടം പോലെ ഇട്ടു. ആണിന് പെണ്ണിന്റെ പേരിട്ട്, പെണ്ണിന് ആണിന്റെ പേരിട്ടു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ പറയുന്ന, കാരണം നമ്മൾ അന്ധവിശ്വാസികളല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്കൾ അന്ധവിശ്വാസി അല്ലാതെ താങ്കൾ വിശ്വസിക്കുന്ന പോലെ നമ്മുടെ ഇവിടെ ഒരു ഭൂരിഭാഗം പേരും ഇതുപോലുള്ള അന്ധവിശ്വാസികളല്ല എന്ന് സ്വയം നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.